ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നതേ, നമ്മുടെ ജീവിതത്തില് പ്രശ്നങ്ങൾ ഇല്ലാത്തതായിട്ടുള്ള ആരുമില്ല എന്നുള്ളത് ഞാൻ പല വീഡിയോസിൽ പല ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതായത് കടലിലെ തിരമാല പോലെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുന്നത് എന്നൊക്കെ അല്ലെ. അപ്പോ ചില ആളുകള് ഇതിനെ ഓവർകം ചെയ്യാനായിട്ട്, ഇതിനെ തരണം ചെയ്യാനായിട്ട് കഴിവുള്ളവരായിരിക്കും. ചില ആളുകള് ഇതുപോലെ പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അവിടെ സ്റ്റക്കായി പോകുന്ന, ഇനി എന്ത് ചെയ്യണം, ഇനി മുമ്പോട്ട് എന്ത് ചെയ്യണം എന്ന് അറിയില്ലാതെ അവിടെ തന്നെ സ്റ്റക്കായി പോകുന്നതായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ചില ആളുകള് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റാതെ പെട്ടെന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു കാര്യം കൊണ്ട് ജീവിതം തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളതിലേക്ക് എത്തിയിട്ടുണ്ടാവും. ശരിക്കും എന്താണ് ഇതിനുള്ള ഒരു പരിഹാരം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യാനായിട്ട് സാധ്യമാകും എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ജീവിതത്തിൽ സ്ട്രക്കായി നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് കേട്ടോ. അപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ടുള്ള സൈക്കോളജി ലെവലിൽ പറയുന്നതായിട്ടുള്ള പോയിന്റുകൾ, സ്റ്റെപ്പ് ഒന്നും പറയുന്നില്ല. കാരണം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്താണെന്നും ഹൗ ടു സോൾവ് യുവർ പ്രോബ്ലംസ്, അത് നമ്മുടെ പേഴ്സണൽ ലൈഫിലാണ് എങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും എങ്ങനെ അത് ഓവർകം ചെയ്യണം എന്നുള്ളതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടും ക്ലാസ്സുകളും ഒക്കെ നിരവധി ആളുകൾ എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുന്നേ, മനസ്സിലാക്കാൻ പാകത്തിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കേട്ടോ. ആദ്യം തന്നെ ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ഏജ് ഗ്രൂപ്പിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും വിചാരിക്കും കുട്ടികളുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചിന്തിക്കില്ല അല്ലെ. ചെറിയൊരു കാര്യം, ഇപ്പം റിമോട്ട് എടുത്ത് വെച്ചതിന് അല്ലെങ്കിൽ ഫോൺ വാങ്ങി വെച്ചതിന് ഒക്കെ വാശി തീർക്കാനായിട്ട് അല്ലെങ്കിൽ അതിൽ വഴക്കിട്ടിട്ട് കുട്ടികള് ആത്മഹത്യ ചെയ്യുന്ന കാര്യം തുടങ്ങി നമ്മൾ കാണുന്നതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈങ് ദ പ്രോബ്ലം, അനലൈസിങ് ദ പ്രോബ്ലം എന്നൊന്നും പറഞ്ഞാൽ അവരെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല അല്ലെ. അവർക്കതൊന്നും ചിന്തിക്കാനുള്ള ഒരു മെച്യൂരിറ്റി ആകുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു പ്രശ്നത്തെ ഓവർകം ചെയ്യാൻ ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്ന് ചിന്തിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഓരോ ഏജിലും അവരുടെ പ്രശ്നം അവർക്ക് വലുത് തന്നെയാ. നമ്മൾ വിചാരിക്കും ചെറിയ കുട്ടികൾക്ക് ഇതൊക്കെ എന്ത് പ്രശ്നം, ഇത്രയും ചെറിയ കാര്യത്തിനാണോ എന്നുള്ളത്. പക്ഷെ അല്ല, ഓരോ ഏജ് ഗ്രൂപ്പിലും അവർക്ക് ആ പ്രോബ്ലം വലുതാണ്. ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം TV കാണുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ആ ആഗ്രഹത്തെ തടഞ്ഞു എന്നുള്ളതാണ് അവർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഓക്കെ, ഫോൺ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. ഇനി ഏജ് ഗ്രൂപ്പ് മാറും തോറും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ലെവലിലേക്ക് വന്ന് അവർക്ക് എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഭയങ്കരമായിട്ടുള്ള പ്രഷർ സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ വന്നു കഴിയുമ്പോൾ അതിലെന്തെങ്കിലും കാരണവശാൽ ആ കോമ്പറ്റേറ്റീവ് എക്സാം വിൻ ചെയ്യാൻ പറ്റിയില്ല, അതിൽ പരാജയപ്പെട്ടു എന്നാണ് എങ്കിൽ അതിനെ ഫേസ് ചെയ്യാൻ പറ്റാതെ കുട്ടികള് നിൽക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ പല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് ആ ഒരു ഏജ് ഗ്രൂപ്പില്. ഇനി അതും കഴിഞ്ഞു ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചു. ഫാമിലി ലൈഫിൽ മാത്രമല്ല പ്രൊഫഷണൽ ലൈഫിൽ വരുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് എങ്കിൽ ടാർജറ്റുകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരും. ഭയങ്കരമായിട്ടുള്ള ഒരു സമ്മർദ്ദം അവർക്ക് അതിന്മേൽ വരും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളത് പ്രൈവറ്റ് ജോലി ആണെങ്കിലും ഈവൻ ഗവൺമെന്റ് ജോബ് ആണെങ്കിലും ഒക്കെ ഉണ്ട്. വർക്ക് പ്രഷർ എന്ന് പറയുന്നത് എല്ലായിടത്തും ഉള്ളതാണ്. അത് ഏത് ജോലിക്കും ഉണ്ട്. നമുക്ക് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചാന്ന് തോന്നും. ഓക്കെ, നമ്മൾ ഈ ഒരു ജോലിയിൽ മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ടെന്ന് കരുതി, അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ബുദ്ധിമുട്ടെന്ന് കരുതി മറ്റൊരു സ്ഥാപനത്തിൽ ചെന്ന് നോക്കിക്കേ, അതിന്റെ ഇരട്ടിയായിരിക്കും അവിടെ. അപ്പൊ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അതിൽ നിന്ന് ഒളിച്ചോടുക എന്ന് പറയുന്ന പോസിബിൾ അല്ല. ഇനി കുറച്ചുകൂടി ഏജ് ചെന്നു, നമ്മളൊരു മാരീഡ് ലൈഫിലേക്ക് കടന്നു, അവിടെയും ഉണ്ട് പ്രോബ്ലം. പൊരുത്തപ്പെടലുകളുടെ പ്രശ്നം, അഡ്ജസ്റ്റ്മെന്റിന്റെ പ്രശ്നം, ഇതെല്ലാം അവിടെയും വരുന്നുണ്ട്. ഇനി അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്ത് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കുട്ടികൾ വലുതായി അവരെന്താണ് ഒരു കല്യാണപ്രായമായി, അവിടെയും നമുക്ക് ഈ പറയുന്ന ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബേർഡൻ കുറേ വരും. സ്വന്തമായിട്ട് നമുക്കൊരു വീട് നേടുന്നത്, കുട്ടികളുടെ വിവാഹം, വിദ്യാഭ്യാസം എന്ന് വേണ്ട ഈ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ താങ്ങാൻ പറ്റാതെ കടവും കടക്കണിയും വന്നിട്ട് അവിടെയുള്ള പ്രശ്നങ്ങൾ വരും. ഇനി ഇതിനെയൊക്കെ അതിജീവിച്ച് കുറെ കഴിഞ്ഞ് ഒരു റിട്ടയർമെന്റ് ഏജിലേക്ക്, വയസ്സാകുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും
നോക്കാനായിട്ട് ആരുമില്ല, വളർത്തിവിട്ട മക്കളൊക്കെ വലുതായി വിദേശങ്ങളിലേക്ക് പോകുന്നു. അപ്പോ ഈ പറയുന്ന ഒരു സമ്മർദ്ദം അവർക്കും ഉണ്ട്. ഓക്കെ, ഒരു അസുഖങ്ങള് കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ അവരെ കെയർ ചെയ്യാനോ നോക്കാനോ ഒന്നുമില്ല. ചിലപ്പോൾ പണം ഉണ്ടാവും, ചിലപ്പോൾ പണവും ഉണ്ടാവില്ല. അപ്പൊ മറ്റാർക്കും ഒരു ഭാരമാകേണ്ടതില്ല എന്ന് കരുതി തന്നെ ആ പ്രായത്തിൽ പോലും സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളുടെ ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് 1 വയസ്സ് തുടങ്ങി ഒരു 10-80 വയസ്സ് വരെയുള്ള ആളുകളുടെ ഒരു വിവിധ ഘട്ടങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ജീവിതത്തിന്റെ പല സ്റ്റേജുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിൽ എല്ലാ സ്റ്റേജിലും നിങ്ങൾക്ക് മനസ്സിലായ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകും. ഏത് സ്റ്റേജിലും എന്തുണ്ട്? അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഏത് മനുഷ്യനാണോ അവന്റെ ജീവിതത്തിൽ ഏത് കാലഘട്ടത്തിലും ഏത് ഏജ് ഗ്രൂപ്പിലും നമ്മുടെ സന്തത സഹചാരിയായിട്ട് കൂടെയുള്ള ഒരാളാണ് ഈ പ്രോബ്ലം എന്ന് പറയുന്നത്. പ്രോബ്ലം മീൻസ് എല്ലാം നമുക്ക് തലവേദനയാകുന്ന തരത്തിലല്ല, അതിന് ചലഞ്ച് എന്ന് പറയാം, ചലഞ്ചസ്. അതായത് അതുമായിട്ട് പൊരുത്തപ്പെടുക എന്നുള്ളത് മാത്രമാണ് ഒരു മനുഷ്യന് നൽകിയിരിക്കുന്ന കഴിവെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പലതരത്തിലുള്ള ജന്മങ്ങളുണ്ട് ഇവിടെ. പക്ഷെ ഒരു മനുഷ്യ ജന്മം എന്ന് പറയുന്നത് ഏറ്റവും സഫലമാകുന്നത്, അല്ലെങ്കിൽ അതിനെ അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ഓരോ കോശങ്ങളും തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഈ പറയുന്ന സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ് നൽകിക്കൊണ്ടാണ് നമ്മുടെ തലച്ചോറും നമ്മുടെ ശരീരവും അതിലെ ഓരോ കോശങ്ങളെയും പ്രകൃതി, ദൈവം നമുക്ക് ആ രൂപത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ചില ആളുകൾ മാത്രം ഈ പ്രോബ്ലത്തെ ഓവർകം ചെയ്യുന്നതും ചില ആളുകൾ മാത്രം ഇത് അവസാനിപ്പിച്ചു പോകുന്നതും? അതിന്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം, അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് നോക്കാം. ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് തന്നെ ഒരു പ്രോബ്ലത്തെ ഈ പറയുന്ന പോലെ ഇത് ഇറ്റ്സ് എ യൂണിവേഴ്സൽ പ്രോബ്ലം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെടുമ്പോഴാണ്. ഇതെല്ലാവർക്കും ഉണ്ടാകുന്നതാണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ പകുതി പ്രശ്നം അവിടെ തീരുന്നതേ ഉള്ളൂ. നമ്മൾ നമുക്ക് മാത്രമെന്നാണ് ചിന്തിക്കുന്നത്. ഒരു പ്രോബ്ലം വന്നു കഴിയുമ്പോൾ ദൈവമേ ഇത് എനിക്ക് മാത്രമാണല്ലോ ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ നോക്കുമ്പോൾ അവർക്കൊന്നും ഈ ഒരു പ്രശ്നമില്ല, ഇത് എനിക്ക് മാത്രമാണ് ഇങ്ങനെ, ഞാനിത് എങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് ഇത് താങ്ങാൻ പറ്റുന്നതല്ല എന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക. ഇതൊരു അസുഖം വന്നാലോ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ വന്നാലോ, ഒറ്റപ്പെടലുകൾ ജീവിതത്തിൽ വന്നാലോ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് ഇത് എനിക്ക് മാത്രം അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം എന്നുള്ളതാണ്. ഈ ചിന്തയെ ആദ്യം ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ഒന്നാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രോബ്ലത്തെ നമ്മൾ ഏത് രീതിയിൽ ഏത് കാഴ്ചപ്പാടിൽ കാണണം എന്ന് വെച്ചാൽ ഇത് യൂണിവേഴ്സൽ, എവിടെ ചെന്നാലും ലോകത്തെവിടെയും ഉള്ളതാണ്. ലോകത്തുള്ള എല്ലാ ആളുകളിലും ഉള്ള ഒരു കാര്യമാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെയും. സാമ്പത്തികപരമായ പ്രശ്നം, സാമൂഹികപരമായ പ്രശ്നം, ഓക്കെ, നമ്മുടെ അങ്ങനെ ഏത് തരത്തിലുള്ളതാണെങ്കിലും മാനസികമായിട്ടും എന്താണെങ്കിലും അതെവിടെയുള്ളതാണ്? ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കുക, അതായത് നമ്മൾ പറയില്ലേ, വാകേറിയ ഭഗവാൻ എരയും കൽപ്പിച്ചിട്ടുണ്ടാകും എന്ന് പറയുന്ന പോലെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനുള്ള കഴിവോടുകൂടി തന്നെയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽ ഒരു സംശയവും ഇല്ല. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഒരു നാണയത്തിന് 2 വശമുണ്ട് നമ്മൾ പറയില്ലേ, ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ടെന്ന് നമ്മൾ പറയില്ലേ, അതേപോലെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് എന്തുകൊണ്ട്? സൊല്യൂഷനും ഉണ്ട്. അത് കണ്ടെത്താൻ അറിയില്ലാതെ വരുമ്പോഴാണ് പലരും ഈ പറയുന്ന പ്രശ്നങ്ങളിൽ വീണ്ടും വീണ്ടും അകപ്പെട്ട് അതിൽ നിന്ന് കരകയറാൻ പറ്റാതെ വരുന്നത്. അപ്പൊ ഇത് സ്വാഭാവികമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ തന്നെ നമ്മുടെ മനസ്സൊന്ന് കൂളാകും. എല്ലാവർക്കും ഉള്ള ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഈ സൊല്യൂഷന് വേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാനിവിടെ വേറെ ഒരു സ്റ്റെപ്പും പറയുന്നില്ല കേട്ടോ. അതായത് പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്യുക, അനലൈസ് ചെയ്യുക, അതിന് പ്രോബ്ലം സോൾവ് ചെയ്യുക, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ സൈക്കോളജിക്കൽ പരമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ കമ്പനി മാർക്കറ്റിംഗ് ലെവലിലൊക്കെ വന്നു കഴിയുമ്പോൾ അവർ ചെയ്യുന്ന കാര്യം. ഇതൊരു സാധാരണ വ്യക്തിയുടെ ജീവിതത്തിൽ അവർക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം പ്രോബ്ലത്തെ നമ്മൾ
ലഘൂകരിക്കുക എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പാണ്. അതിനാണ് ഞാൻ പറഞ്ഞ ഇറ്റ്സ് എ യൂണിവേഴ്സൽ, എല്ലായിടത്തും ഉള്ളതാണെന്ന് പറയുമ്പോൾ തന്നെ മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയുന്ന പോലെ അതിനെ ലഘൂകരിക്കുക, പ്രോബ്ലത്തെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. ഇത് ചെയ്തു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഒരു പ്രശ്നമുണ്ടെങ്കിൽ സ്വയം കൊണ്ടുവന്ന് നടന്ന് അത് ചിന്തിച്ച് വേറൊരു തലത്തിലേക്കാക്കി അതാണ് കൂടുതൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു പ്രോബ്ലം ഉണ്ടെന്നാണെങ്കിൽ രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം എല്ലായിടത്തും ഉള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ആരുമായിട്ടും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആകാം, റിലേറ്റീവ്സ് ആകാം, ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോ ഈ പറയുന്ന കൗൺസിലിംഗ് സെന്ററുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പ്രോബ്ലത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ആരുമില്ല, ഒരു വ്യക്തിയുടെ ഹെൽപ്പും ഇല്ലാതെ തന്നെ സ്വയം ഒരു പ്രോബ്ലത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആ ഒരു ടെക്നിക്കാണ് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കണ്ണാടിയുടെ മുമ്പിൽ വന്ന് ഒരു ചെയറിട്ട് ഇരിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ പ്രതിബിംബം എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും, നമ്മളെ മിററിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് ആ മിററിലുള്ള വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളും ഇവിടെ ഇരിക്കുന്നത് ഒരു കൗൺസിലറുമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ പ്രോബ്ലത്ത്, അതായത് വേറെ ആരും കേൾക്കാനും പറയാനും ഇല്ല എന്നുള്ളവർക്ക് നിങ്ങൾ തന്നെ റൂമിൽ പോവുക, ഡോർ അടച്ച് ലോക്ക് ചെയ്യുക, സ്വസ്ഥമായിട്ട് നിങ്ങൾ അവിടെ ഇരിക്കുക. ആ മിററിൽ കാണുന്ന ആ വ്യക്തിയുമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾ ഓപ്പൺ അപ്പ്, തുറന്ന് നിങ്ങൾ സംസാരിക്കുക. ഇതൊക്കെയാണ്. അപ്പൊ നിങ്ങൾ തന്നെ അവിടെ പല ക്വസ്റ്റ്യൻ, അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്നയാള് ഓക്കെ ശരി, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഈ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണങ്ങൾ, അത് വന്ന വഴി ഇങ്ങനെയാണ്, ഓക്കെ ഇനി എന്തായാലും പ്രോബ്ലം ഉണ്ടല്ലോ, നമുക്കിതിനെ സോൾവ് ചെയ്യാനുള്ള മാർഗങ്ങളെ കുറിച്ച് അപ്പൊ അവിടെ ഇരുന്ന് നമ്മൾ സംസാരിക്കുകയാണ്. ഓക്കെ, ഓപ്പോസിറ്റ് ഇരിക്കുന്നത് കൗൺസിലറും ഇവിടെ ഇരിക്കുന്നത് നിങ്ങളും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നു, അപ്പൊ റോൾ പ്ലേ ചെയ്യാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന കൗൺസിലറും നിങ്ങൾ തന്നെയാവുകയാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ബ്രെയിനില് ഞാൻ പറഞ്ഞില്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ, ഇവിടെ ഞാൻ എന്ന് പറയുന്ന ആൾ എനിക്കൊരു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറയുന്നു, പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പ്രോബ്ലം ഇല്ലാത്ത ഒരാളാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിൽ. കാരണം അതൊരു കൗൺസിലർ ആയിട്ട് അല്ലെങ്കിൽ ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് തന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത ഓട്ടോമാറ്റിക്കലി, ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്തും വിശ്വസിക്കും. ഉടനെ തന്നെ നമ്മുടെ ബ്രെയിനിന് അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും. അപ്പൊ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും ഒന്ന് റിലാക്സ്ഡ് ആക്കും, മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ്ഡ് ആക്കും, നമ്മുടെ BP അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് ഇതൊക്കെ ഒന്ന് കുറയ്ക്കും. പിന്നെ നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങിലേക്ക് വരും. നമുക്ക് കറക്റ്റ് ആയിട്ട് ഓരോന്നിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കി അതിനുള്ള പല ഐഡിയാസ് നമ്മുടെ മനസ്സിൽ വരും. ഓക്കെ, അത് സാമ്പത്തികമായിക്കോട്ടെ, ഏത് തരത്തിലുള്ള പ്രോബ്ലം ആയിക്കോട്ടെ, അതിനെ ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ, അതെന്തായാലും നമുക്ക് ജീവിച്ചു തീർക്കുക തന്നെ വേണം. അത് അവസാനിപ്പിക്കുക എന്നുള്ളതല്ല അതിന്റെ പോംവഴി, അതൊരു സൊല്യൂഷൻ അല്ല ഒരിക്കലും. കാരണം ഇവിടെ നമ്മൾ സോൾവ് ചെയ്താലും മറ്റൊരു സൃഷ്ടിയായിട്ട് നമ്മൾ വീണ്ടും ഇതിനേക്കാളും കഷ്ടമുള്ള ഒരു ജന്മം നമുക്ക് ഇനി കിട്ടുന്നെങ്കിലോ, അല്ലെ? അപ്പൊ പിന്നെ ഇപ്പൊ ഉള്ളത് ദൈവം തന്ന ആയുസ് അത്രയും ജീവിച്ചു തീർക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുള്ളത് കൊണ്ട് തന്നെ ഈ പ്രോബ്ലത്തെ നമുക്ക് ഇന്ന രീതിയിൽ നോക്കാം. ഇപ്പൊ ഒരു സാമ്പത്തിക പ്രശ്നമാണ്, നിങ്ങളുടെ വീട് ജപ്തി ചെയ്യുന്നുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളാ നിങ്ങളെന്ന് വെച്ചോ, അത്രയും വലിയൊരു പ്രശ്നത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് വെച്ചോ, അവിടെ ജീവിതം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ, നിങ്ങളൊരു വ്യക്തിക്ക് ജീവിതം അവസാനിപ്പിക്കാൻ പറ്റും, ബാക്കിയുള്ള ആളുകളെ ചിന്തിച്ചു വെക്കുക, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, നിങ്ങളുടെ ഭാര്യ, മക്കള്, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ അവരെന്താ ചെയ്യുക, അവരെ നമ്മൾ ഒരു വലിയ സമൂഹത്തിന് മുമ്പിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്തിട്ട് നമ്മൾ മാത്രം രക്ഷപ്പെടുക എന്ന് പറയുന്നത് അതൊരിക്കലും രക്ഷപ്പെടലല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി നമ്മൾ ഈ പറയുന്ന ഒരു റോൾ പ്ലേ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് വരും, നമ്മുടെ ഉള്ളിൽ ചെറിയ പ്രതീക്ഷകൾ വരും. ഇത് വന്നു കഴിയുമ്പോൾ നമ്മൾ ധൈര്യമായിട്ട് പോയി, അത് ഏത് വ്യക്തിയാണ്, ബാങ്ക് ആണെങ്കിൽ ബാങ്ക്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഒരു ജപ്തിയോട് അടുത്ത് നിൽക്കുന്നതാണെങ്കിൽ നമ്മൾ ആ ബാങ്കിൽ ചെല്ലുന്നു, നമ്മൾ നേരിട്ട് ഇതാണ് എന്റെ അവസ്ഥ, ഇന്ന കാര്യങ്ങളെ കുറിച്ച് വരെ ഞാൻ ചിന്തിച്ച ഒരു വ്യക്തിയാണ്, എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, ഒന്നെങ്കിൽ ഒരു സാവകാശം, അല്ലെങ്കിൽ ഓക്കെ ശരി നമുക്ക് ഇൻകം ഏൺ ചെയ്യാനുള്ള കഴിവ് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അത് ഏത് രൂപത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും കൂടെ കൂടിയിട്ട്, കാരണം 0യേക്കാൾ ബെറ്റർ ആണ് 1. ഒരുപാട് ബാങ്കുകൾക്ക് ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ എഴുതി തള്ളുന്നുണ്ട്. അപ്പൊ ഒരു ബാഡ് ഡെപ്റ്റ് ഉണ്ടാവുന്നതിനേക്കാൾ ഭേദമാണ് ഒരു വ്യക്തിക്ക് ഒരു ചാൻസ് കൊടുത്ത് ചെറിയ എമൗണ്ടുകളാണെങ്കിലും അവർ കളക്ട് ചെയ്യാനുള്ള നിയമങ്ങളുണ്ട് ഇവിടെ. ഒരു ബാങ്കും ഒരു ഭരണസമിതിയും
നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിലാണ്, ഞാൻ അതുകൊണ്ട് സൂയിസൈഡ് ചെയ്യാൻ പോവാട്ടോ, എനിക്ക് വേറെ മാർഗ്ഗമില്ല എന്ന് പറയുമ്പോൾ എന്നാ പിന്നെ നിങ്ങൾ അത് ചെയ്തോളൂട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പറയാം, ഓക്കെ അതൊന്നും എനിക്കൊന്ന് എഴുതി ഒപ്പിട്ട് തന്നേക്കോ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള. ആരാ ചെയ്യുക? ഒരാളും ചെയ്യില്ല. ഇതൊക്കെ നമ്മുടെ ചിന്തകളുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്. അപ്പൊ എവിടെയും അത് സോൾവ് ചെയ്യാനുള്ള മാർഗങ്ങൾ മറ്റു കാര്യങ്ങൾ നോക്കി നോക്കി നമ്മൾ പോവുക. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തന്നെയുണ്ട്. നമുക്കൊരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പോസിറ്റീവായ വശങ്ങളും നെഗറ്റീവായിട്ടുള്ള വശങ്ങളും ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ പോലെ. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞാൽ കമ്പനികളൊക്കെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്, ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനാണെങ്കിലും എന്ത് തീരുമാനങ്ങളാണെങ്കിലും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്ത് പലരുടെ ഐഡിയാസ് അതിലേക്ക് വരും. അപ്പൊ നമുക്കും ആളുകളുണ്ട് നമ്മുടെ കൂടെ, നമുക്ക് ഷെയർ ചെയ്യാനും നമ്മുടെ കാര്യങ്ങൾ പറയാനും അതിന് സോൾവ് ചെയ്യാനും ഉണ്ട് എന്നുള്ള ഒരു കാര്യം അതിലേക്ക് വരും. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ നമ്മുടെ തന്നെ മനസ്സിൽ ഇതാരും അറിയണ്ട, ഞാൻ തന്നെ അനുഭവിച്ചോളാന്ന് കരുതി വന്ന് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ചിന്തകൾ വരും, സ്ട്രെസ് വരും, ടെൻഷൻ വരും, ഉറക്കമില്ലാത്ത രാത്രികൾ വരും, വിഷാദത്തിലേക്ക് പോകും, നിങ്ങളുടെ ബോഡിയിൽ അതിനനുസരിച്ചുള്ള ഹോർമോണുകൾ വരും. പിന്നെ നിങ്ങൾക്ക് പോലും നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് ചിന്തകൾ പോകും. അങ്ങനെ പോകുമ്പോഴാണ് ഒരു നിമിഷത്തെ ചിന്ത കൊണ്ട് പലരും ആ ജീവിതം അവസാനിപ്പിക്കാന്ന് വെക്കുന്നത്. അതിനുള്ള പരിഹാരമാണ് ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ ആദ്യത്തെ നമ്മൾ പറഞ്ഞു എന്താണ്? ഒരു പ്രോബ്ലം എന്ന് പറയുന്നതിനെ ലഘൂകരിക്കുക, നമ്മൾ തന്നെ അത് ലഘൂകരിക്കുക നമ്മുടെ കാഴ്ചപ്പാട് കൊണ്ട്. 2, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇനി ലാസ്റ്റ് മൂന്നാമത്തെ കാര്യം എന്ന് പറയണേ, അപ്പൊ അതിനുള്ള മാർഗങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിട്ട് ഒരു മിറർ ടെക്നിക്ക് പോലെയും ഒക്കെ പറഞ്ഞത്. ഇനി ലാസ്റ്റ് മൂന്നാമത് പറയുന്നത് ഞാൻ എൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് തന്നെയാണ്. ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, മിറാക്കിൾ ആയിട്ടുള്ള ഒരു പ്രെയർ ആണ്. ഹോപ്നോ പ്രെയർ ഉണ്ട്. എല്ലാ ദിവസവും രാത്രി അത് ചൊല്ലിയിട്ട് കിടന്നുറങ്ങി നോക്കുക. നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു സമാധാനവും ഒരു പോസിറ്റിവിറ്റിയും നൽകുന്ന ഒരു പ്രാർത്ഥനയാണ് ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് പറയുന്നത്. ആ ഐ ആം സോറി പറയുമ്പോൾ ഫീൽ ചെയ്തുകൊണ്ട് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വത്തെയും ഞാൻ ഏറ്റെടുക്കുന്നു. എൻ്റെ ചിന്തകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും സൃഷ്ടിച്ച ഈ ഒരു കാര്യത്തെ ഞാൻ ഏറ്റെടുക്കുന്നു. ഐ ആം സോറി. ഇത് നമ്മൾ ദൈവത്തോടും നമ്മളോടും തന്നെ നമ്മൾ പറയാണ്. പ്ലീസ് ഫോർഗീവ് മീ, എന്നോട് ക്ഷമിച്ചാലും. താങ്ക് യു. ആ താങ്ക് യു പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ഒരു ദൈവിക ശക്തി, ഒരു ഡിവൈൻ പവർ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എവിടെയും ഒറ്റയ്ക്കല്ല. ഒരു മനുഷ്യനും ഒരു ജീവികളും ഈ ലോകത്ത് ഒറ്റയ്ക്കല്ല, ഒറ്റപ്പെടുകയുമില്ല. ഓക്കെ, പറയില്ല ആരുമില്ലെങ്കിൽ ദൈവം ഉണ്ട് എന്ന് പറയുന്ന പോലെ ആ ഒരു ഡിവൈൻ പവർ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടി. താങ്ക് യു, ഐ ലവ് യു. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്ന് പറയുന്നതിന്റെ ഉള്ളിലുള്ള ഒരു ആത്മാവുണ്ട്, സോൾ. ആ ഒരു ഇന്റർ കണക്ഷൻ എനിക്കുണ്ട്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, അതുപോലെ ഞാൻ മറ്റുള്ളവരെയും സ്നേഹിക്കുന്നു, ഞാൻ എന്തിനേയും സ്നേഹിക്കുന്നു. ആ സ്നേഹം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ എവിടെയും നിങ്ങൾക്ക് മുന്നേറാനായിട്ട് സാധിക്കും. അല്ലാതെ ഈ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ തുടങ്ങി വലിയ വലിയ കാര്യങ്ങൾ വരെ ഇതൊന്നും ലൈഫ് ഇല്ലാതാക്കാൻ പാകത്തിലുള്ള ഒരു പ്രശ്നങ്ങളും അല്ല. പക്ഷെ ഇതൊക്കെ നമുക്ക് ഒരു അത്യാവശ്യം മച്ചുവർ ആയവർക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചെറിയ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാം? അവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അച്ഛൻ, അമ്മ അല്ലെങ്കിൽ റിലേറ്റീവ്സ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നത് അവരുടെ പേരൻസും ഒരു പരിധി വരെ പേരൻസിനേക്കാൾ കൂടുതൽ ഇപ്പൊ അധ്യാപകരുമാണ്. ചെറിയ ക്ലാസ്സിൽ 1, 2 ഒക്കെ പഠിക്കുന്നവര് വീട്ടിൽ നടക്കുന്ന കാര്യം പോലും വന്ന് ടീച്ചറോട് പറയാറില്ലേ? അപ്പൊ ആ ടീച്ചേഴ്സ് എന്ന് പറയുന്നതാണ് അവരുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ പാരൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് അവരുടെ, അതായത് നമ്മൾ ഒരു റിവേഴ്സ് റോൾ പ്ലേ എന്ന് പറയും. നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്നാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ. ശരിയാ, നമ്മൾ വഴക്ക് പറയും. ഒരു അച്ഛനും അമ്മയ്ക്കും വഴക്ക് പറയാൻ പാടില്ല, തന്റെ കുട്ടിയെ തെറ്റായ മാർഗത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ എപ്പോഴും ഫോണിൽ തന്നെ നോക്കിയിരിക്കുന്നു, നമ്മളൊക്കെ ചീത്ത പറയും. ഓക്കെ, അപ്പൊ അവിടെയും ആ വഴക്ക് പറയാന്ന് പറയുമ്പോൾ അവരുടെ ഫീലിങ്സ് അത് നമ്മൾ മനസ്സിലാക്കുക. അവരുടെ ഭാഗത്തുനിന്ന് കൂടി നമുക്ക് ചിന്തിക്കാൻ, ആ ഒരു പ്രായത്തിലേക്ക് നമ്മളാണ് ആ ഒരു ഏജിൽ എങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ഓപ്പോസിറ്റ് നിന്ന് നമ്മൾ ചിന്തിച്ച് അവരുടെ കൂടെ നിന്ന് അവരുമായിട്ട് ഇടപഴകി നമ്മൾ ഒരു ടൈമൊക്കെ കൊടുത്ത്, ഓക്കെ, പെട്ടെന്ന് നമ്മൾ ആ ഫോണങ്ങ് തട്ടിപ്പറിച്ചങ്ങ് വാങ്ങിച്ചിട്ട് ചീത്ത പറയുമ്പോൾ അവർക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നു, അത് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ ഓക്കെ, ശരി. നമ്മൾ പെട്ടെന്ന്, കാരണം നമുക്കൊരു വിവേകമുണ്ടല്ലോ, നമ്മൾ പെട്ടെന്ന് അത് ചെയ്യണ്ട.
ഓക്കെ, അവരുടെ കൂടെ തന്നെ ഇരുന്ന് നമ്മളും കൂടെ അവരുടെ കൂടെ ഇടപഴകി അവരുമായിട്ടൊപ്പം ചേർന്ന് കളിച്ച് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവുമൊന്നുമില്ല. ഓക്കെ, കാരണം അവരുടെ ഏജ് അങ്ങനെയാണ്. ആ രീതിയിൽ പതിയെ അവർക്കും കൂടി നമ്മൾ ഭയങ്കരമായിട്ട് അവരെ സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ അവരെ പോലെ ആ ഏജിലുള്ളതാണെന്നുള്ളൊരു തോന്നൽ അവരിലേക്ക് വരുത്തുന്ന ഒരു റിവേഴ്സ് റോൾ പ്ലേ എന്ന് പറയുന്നത് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ, അവരുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാം. പല കുട്ടികൾക്കും അച്ഛനും അമ്മയും എന്ന് പറയുന്നത് വഴക്കു പറയാൻ വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണമാണ്. ഉപദേശിക്കാനും വഴക്കു പറയാനുമുള്ള ഉപകരണങ്ങളാണ് അച്ഛനമ്മ എന്നുള്ള ചിന്തയാണ് കുട്ടികൾക്ക്. പക്ഷെ നമ്മുടെ ഭാഗത്തും തെറ്റു പറയാൻ പറ്റില്ല, നമ്മൾ നല്ലതിന് വേണ്ടിയിട്ടാണ് ചീത്ത പറഞ്ഞത്. അപ്പൊ പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ ഏജ് അത്രേ ആ കുട്ടിക്ക് ആയിട്ടുള്ളൂ, അതിന്റെ ബുദ്ധി വളർച്ച വികാസം അത്രേ വന്നിട്ടുള്ളൂ. അപ്പൊ നമ്മളും ആ ഒരു ഏജ് ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്നുള്ളത് മനസ്സിലാക്കി അവരോടൊപ്പം നിന്ന് അതാണ് ആ റിവേഴ്സ് റോൾ പ്ലേ. ആ കുട്ടി ഞാനായിരുന്നെങ്കിൽ ഞാൻ അവിടെ എന്ത് ചെയ്തേനെ എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരെ കൂടി നമ്മളുടെ ഒപ്പം കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഒരു പരിധി വരെയുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. കുറച്ചു പേർക്കെങ്കിലും പ്രയോജനപ്രദമാകുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി മാത്രം ഇങ്ങനെ ഒരു ടോപ്പിക് ചെയ്തതാണ് കേട്ടോ. കാരണം നമുക്ക് അറിയാവുന്ന, എനിക്ക് തന്നെ അറിയാവുന്ന കുറെ ഫാമിലിയിലുള്ളവരുണ്ട്, എത്രയോ ലക്ഷക്കണക്കിന് രൂപ കടം വന്നിട്ട് 50-55 ലക്ഷം രൂപ കടം വന്നിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞ ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ഇന്നും അവരുടെ കാര്യങ്ങൾ അവർ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. കടം ഒരു വഴിക്ക് പോകുന്നുണ്ട്, അവർ കുറച്ചൊക്കെ ആയിട്ട് അത് വീട്ടും, പക്ഷെ അവരുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് അവർ നടത്തി അവർ മുമ്പോട്ട് പോകുന്നുണ്ട്. ആരുടെയും സപ്പോർട്ടില്ലാതെ, ഭർത്താവിന്റെ സപ്പോർട്ടില്ല, മക്കളെ വിവാഹം കഴിച്ചു വിട്ടു, ഇങ്ങനെയൊക്കെയുള്ള ആളുകളും ഇവിടെ ജീവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നിനും ജീവിതം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ അല്ല. കാരണം ജീവിതമാണ് ഇത്. ജീവിതം എന്ന് പറയുന്നത് റിയൽ ആണ്, അതിൽ പ്രോബ്ലംസ് ഉണ്ടാകും, അതെല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന പോലെ അവർക്കൊന്നും ഒരു പ്രോബ്ലം ഇല്ല, അങ്ങനെയല്ല, എല്ലാവർക്കും ഉണ്ട്, ഒന്നല്ലെങ്കിൽ ഒന്ന് വേറൊരു രൂപത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും തന്നെ കാണാം. താങ്ക്